ഒരു വേടന്റെ അസ്ത്രം പൂങ്കാര രവത്തോടുകൂടി അവിടെ ഇരുന്ന ഒരു വൃക്ഷത്തിലിരുന്ന ഇണപ്പക്ഷിയിൽ ഒന്നിനെ ഏത് നിലമ്പൽ ശബ്ദത്തോടുകൂടി അത് വന്ന് വീഴുന്നു. അത് കിടന്ന് പിടയ്ക്കുന്ന ആണും മനം പിടയുന്ന പിടയും, ഇത് രണ്ടും അദ്ദേഹത്തിന്റെ മനസ്സിൽ അതുവരെ അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന സന്തോഷം അത്രയും കെട്ടുപോയി. അദ്ദേഹം എന്ത് ചെയ്തു? പുറ്റിലിരുന്ന കാലം. അതെ, നമ്മൾ പുറ്റിലിരുന്നു എന്നാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. അപ്പൊ പുറ്റിലിരിക്കുക എന്ന് പറയുന്നത് ഒരു സിംബോളിക് റെപ്രസെന്റേഷനാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു കുട്ടിയോട് നമ്മൾ പോയി പറയണം, ഒരാളിങ്ങനെ തപസ് ചെയ്തിരുന്നപ്പോഴത്തേക്ക് ചുറ്റും പുറ്റു വളർന്നു, എന്നിട്ട് ഇതിങ്ങനെ വളർന്ന് അദ്ദേഹം കാലങ്ങളോളം അതിനകത്ത് ഇരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്ക് പിന്നെ അത് വിശ്വസിക്കാൻ പറ്റും? രാമായണം എന്ന് പറയുന്ന ഒരു കൃതി ജനിക്കുന്നതിൻ്റെ പിന്നിൽ ഉള്ള ഒരു ഇൻസിഡന്റ് മാത്രമാണ് ക്രൗഞ്ചമിഥുനങ്ങളുടെ ക്രൗഞ്ചമിഥുനത്തിൽ ഒന്നിന്റെ വധം. നമസ്തേ. ഈ രാമായണ കാലത്ത് രാമായണ കഥകൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് സംശയങ്ങൾ ഉണ്ടാകും. രാമായണത്തിലെ ശാസ്ത്രീയതയെ കുറിച്ച്, രാമായണത്തിലെ യുക്തിയെ കുറിച്ചെല്ലാം ഒരുപാട് ചോദ്യങ്ങൾ ഈ കഥകൾ കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നുണ്ടാകും. ആ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം തേടിക്കൊണ്ടാണ് ഈ അഭിമുഖം. ഇന്ന് എനിക്കൊപ്പം ഉള്ളത് ഭാരതീയ വിചാര കേന്ദ്രത്തിന്റെ ജില്ലാ സമിതി അംഗമായ മരുതത്തൂർ സുധാകരനാണ്. സർ, നമസ്കാരം. നമസ്കാരം. ഇപ്പൊ നമ്മൾ രാമായണം എടുത്തു നോക്കുമ്പോൾ നമുക്കറിയാം, വാൽമീകി രാമായണം എഴുതുന്നത് ക്രൗഞ്ചമിഥുനങ്ങളുടെ വിരഹം അല്ലെങ്കിൽ ഒരിണ മരിച്ചതിന് സങ്കടം കണ്ടതിന് ശേഷമാണ്. അത്തരത്തിലുള്ള ഒരു രാമായണം എന്തുകൊണ്ട് ഇന്നത്തെ തലമുറ വായിക്കണം? അത് ഒരു കഥയാണ് താൻ എഴുതുന്നത് എന്ന് വാൽമീകി സ്പഷ്ടമായി തുടക്കത്തിൽ തന്നെ വാൽമീകി രാമായണത്തിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പൊ ഒരു കഥയെ ഇന്നത്തെ തലമുറ അല്ലെങ്കിൽ പൊതുവായി തന്നെ മനുഷ്യർ ജീവിതമായി എന്തിനു കാണണം, അല്ലെങ്കിൽ ജീവിതത്തിലേക്ക് എന്തിനു ഉൾക്കൊള്ളണം എന്നുള്ളൊരു ചോദ്യം രാമായണത്തിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ പ്രസക്തമായിട്ടില്ലേ? അതെ, തീർച്ചയായിട്ടും ഉണ്ട്. കാരണം രാമായണം എന്ന് പറയുന്ന ഒരു കൃതി ജനിക്കുന്നതിൻ്റെ പിന്നിൽ ഉള്ള ഒരു ഇൻസിഡന്റ് മാത്രമാണ് ക്രൗഞ്ചമിഥുനങ്ങളുടെ ക്രൗഞ്ചമിഥുനത്തിൽ ഒന്നിന്റെ വധം. ഒന്ന് വധിക്കപ്പെടുന്നു. അപ്പോഴത്തേക്കും അതുവരെ ഒരു കാവ്യം രൂപപ്പെട്ടിട്ടില്ല ലോകത്തിൽ. അപ്പോൾ കാവ്യം രൂപപ്പെടണമെങ്കിൽ അതിൻ്റെ പിന്നിൽ ഒരു ചേതന ഉണ്ടാവണം, എന്തെങ്കിലും ഒരു പ്രചോദനം ഉണ്ടാവണം. അപ്പോൾ ആ പ്രചോദനമാണ് ഈ ക്രൗഞ്ചമിഥുനത്തിൽ ഒന്നിന്റെ വധം. അപ്പോൾ ഈ തപസ്വാധ്യായ നിരതനായ വാൽമീകി എന്ന ഋഷിപുങ്കവൻ നാരദനോട് ചോദിക്കുകയാണ്. അങ്ങനെയാണ് രാമായണം സമാരംഭിക്കുന്നത്. അതായത് വാൽമീകിയുടെ രാമായണം സമാരംഭിക്കുന്നത് തപസ്വാധ്യായ നിരതം തപസ്വി വാഗ്വിതാംവരം നാരദം പരിപ്രശ്ച വാൽമീകി മുനിപുങ്കവം എന്നാണ് ഒന്നാമത്തെ പദ്യം. അപ്പോൾ ഈ തപസ്വാധ്യായ നിരതൻ, അപ്പൊ തപ എന്നുള്ള ശബ്ദത്തിന് തന്നെ വലിയ അർത്ഥമുണ്ട്. കാരണം എപ്പോഴും ഒരു കാവ്യം സമാരംഭിക്കുമ്പോൾ മംഗളവാചിയായ ശബ്ദത്തോടുകൂടി സമാരംഭിക്കണമെന്നാണ്. അത് കാവ്യത്തിന്റെ ഒരു നിർവചനം. അങ്ങനെ കാവ്യം സമാരംഭിക്കുമ്പോൾ അങ്ങനെ വേണം. അപ്പൊ തപസ് എന്ന് പറയുന്ന ശബ്ദത്തിന് ഒരുപാട് അർത്ഥതലങ്ങളുണ്ട്. അപ്പൊ തപ എന്ന് പറഞ്ഞാൽ ചൂടെന്നാണ് അർത്ഥം. ശരിക്കും തപിക്കുക എന്ന് പറഞ്ഞാൽ ചൂടാവുക എന്നാണ്. അതായത് നമ്മുടെ പരിശ്രമത്തിനെയാണ് അത് കാണിക്കുന്നത്. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ ആൽബർട്ട് ഐൻസ്റ്റീനും പരിശ്രമിച്ചത് കൊണ്ടാണ് അദ്ദേഹത്തിന് പല കണ്ടുപിടുത്തങ്ങൾ നടത്താൻ സാധിച്ചത്. അതുപോലെയുള്ള തപസ്സുള്ള ആള് തന്നെ എന്ത് ചെയ്യുന്നു? നാരദനോട് ചോദിക്കുന്നു. മുനിപുങ്കവനായ വാൽമീകി, മുനിപുങ്കവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയ്ക്കും ശ്രേഷ്ഠനായിട്ടുള്ള ഒരു ആളാണ്. ഇത് ആരാ? നാരദനോട് ചോദിക്കുകയാണ്. അപ്പൊ നാരദം പരിപ്രശ്ച എന്നാണ്. നാരദം എന്ന് പറയുന്നത് നമ്മുടെ സംസ്കൃതത്തിൽ ദ്വിതീയ വിഭക്തി എന്ന് പറയും. നാരദം എന്ന് പറഞ്ഞാൽ നാരദനോട് എന്നാണ് അർത്ഥം. അപ്പൊ നാരദനോട് പരിപ്രശ്ച ചോദിച്ചു. എങ്ങനെ ചോദിച്ചു? തപസ്വാധ്യായനായ വാൽമീകി എന്ന മുനിപുങ്കവൻ ചോദിച്ചു. കോനു അസ്മിൻ സാമ്പ്രതം ലോകേ ഗുണവാൻ കശ്ച വീര്യവാൻ ധർമ്മജ്ഞശ്ച കൃതജ്ഞശ്ച സത്യവാക്യോ ദൃഢവ്രതഃ. ഇതാണ് ചോദ്യം. അസ്മിൻ സാമ്പ്രതം ലോകെ, ഈ ലോകത്തില് ഗുണവാൻ കഹ ച വീര്യവാൻ കഹ. അതാണ് ഗുണവാൻ കശ്ച വീര്യവാൻ ധർമ്മജ്ഞഃ കൃതജ്ഞഃ സത്യവാക്യ ദൃഢവ്രതഃ. ഇത് ഒരു രാജാവിന് വേണ്ടുന്ന ഗുണഗണങ്ങളെ കുറിച്ചാണ് ആദ്യം പറയുന്നത്. ഇതുപോലെയുള്ള ഗുണഗണങ്ങൾ കുറേ ഇങ്ങനെ രാമായണത്തിലോ നമ്മൾ തുടക്കത്തിലുള്ള ഭാഗം പറഞ്ഞു എന്നുള്ളേ ഉള്ളൂ. അപ്പൊ ഇങ്ങനെയുള്ള ഒരാള് ആരാണ്? കഹ എന്ന് പറഞ്ഞാൽ ആരെന്നാണ് ചോദ്യം. അപ്പൊ അങ്ങനെയുള്ള ആൾ ആരാണ് എന്നുള്ള ചോദ്യത്തിന് ഉത്തരമായിട്ടാണ് ഇതുപോലെ ഇക്ഷ്വാകു വംശപ്രഭവോ രാമോ നാമ ജനൈശ്രുത എന്ന് പറഞ്ഞിട്ട് രാമന്റെ ഗുണഗണങ്ങൾ പറയും. ജനൈശ്രുതക, ജനങ്ങൾക്ക് ഏറ്റവും പേരുകേട്ടവനായിട്ടുള്ള ഇക്ഷ്വാകു വംശപ്രഭവനായ രാമൻ എന്ന് പേരായ ഒരാളുണ്ട് എന്ന് പറയുകയാണ്. അപ്പൊ ഇത് കേട്ടിട്ടാണ് ഇദ്ദേഹം എന്ത് ചെയ്യുന്നത്? ഇദ്ദേഹത്തിന്റെ ഉള്ളിൽ ഒരു ലോകത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളിനെ കുറിച്ച് ജനങ്ങളെ അറിയിക്കണം, എഴുതണം എന്നുള്ള ആഗ്രഹം. കാരണം വാൽമീകിയുടെ ഉള്ളില്
അതായത് ഇപ്പോൾ നമുക്ക് പിന്നെ വാൽമീകിയുടെ നമ്മൾ പറയുന്ന ഈ കാലഘട്ടം ഉണ്ടല്ലോ, എന്താ ഈ ത്രേതായുഗം. ഇല്ല, ഈ ഇതില് പുറ്റിലിരുന്ന കാലം. അതെ അതെ, നമ്മൾ പുറ്റിലിരുന്നു എന്നാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. അതെ. അപ്പൊ പുറ്റിലിരിക്കുക എന്ന് പറയുന്നത് ഒരു സിംബോളിക് റെപ്രസെന്റേഷൻ ആണ്. ഓ. നമ്മൾ ഒരിക്കലും, നമുക്കറിയാം ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു കുട്ടിയോട് നമ്മൾ പോയി പറയണം, ഒരാളിങ്ങനെ തപസ് ചെയ്തിരുന്നപ്പോഴത്തേക്കും ചുറ്റും പുറ്റു വളർന്നു, എന്നിട്ട് ഇതിങ്ങനെ വളർന്ന് അദ്ദേഹം കാലങ്ങളോളം അതിനകത്ത് ഇരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്ക് പിന്നെ അത് വിശ്വസിക്കാൻ പറ്റും? ആർക്ക് വിശ്വസിക്കാൻ പറ്റും? അപ്പോൾ ഒരിക്കലും ഒരു ഇന്നത്തെ തലമുറയിൽപ്പെട്ട ഒരാളും അത് വിശ്വസിക്കില്ല. അപ്പോൾ അത് ഒരു എന്താണ്, ഒരു മിത്തിഫൈ ചെയ്യാണ്. എന്ത് മിത്തിഫൈ ചെയ്യാണ്? ഇങ്ങനെ ഒരു തപസ്സിൻ്റെ ഒരു കാലഘട്ടം ആർക്കുണ്ടായിരുന്നു? തൻ്റെ യൗവന കാലഘട്ടം അത്രയും, അതായത് വാൽമീകിയുടെ യൗവന കാലഘട്ടം അത്രയും എന്തിനു വേണ്ടി വിനിയോഗിച്ചു? ഈ പഠനത്തിന് വേണ്ടി വിനിയോഗിച്ചു. അതാണ് വാൽമീകത്തിലിരുന്ന കാലഘട്ടം എന്ന് ഒരു എന്താണ് ഒരു മിത്തിൽ കൂടെ സൂചിപ്പിക്കുന്നത്. അപ്പം നമ്മൾ അതിനെ അതേപടി അങ്ങ് വിശ്വസിച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, ഒരു മനുഷ്യ ശരീരത്തിൽ ഒരിക്കലും ചെതൽപ്പുറ്റ് കയറാനേ പോകുന്നില്ല. മനുഷ്യ ശരീരത്തിൽ എന്നല്ല, ഒരു ജീവിയുടെ ശരീരത്തിലും ചെതൽപ്പുറ്റ് കയറാൻ പോകുന്നില്ല. അപ്പോൾ അത് ഇനി ഇദ്ദേഹം ഇരുന്നതിന്റെ ചുറ്റുപാടും ചെതൽപ്പുറ്റ് ഉണ്ടായിരുന്നിരിക്കാം. അത് പിന്നെ അത് വെച്ചിട്ടായിരിക്കാം ചിലപ്പം പുറ്റു മൊത്തത്തിൽ വളർന്നു എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ആ കാലഘട്ടത്തിൽ ഇദ്ദേഹം പഠിച്ച കുറേ കാര്യങ്ങളുണ്ട്. അതാണ് വേദാംഗ വേദാന്ത വേദ്യനാം എന്ന് ഇവിടെ എഴുത്തച്ഛൻ പറയുന്നത്. അപ്പം വേദം എന്ന് പറഞ്ഞാൽ 4 വേദങ്ങൾ: ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം. അതുപോലെ വേദാംഗങ്ങൾ എന്ന് പറയും. വേദാംഗങ്ങൾ എന്ന് പറഞ്ഞാൽ ശിക്ഷ, കൽപ്പം, നിരുക്തം, വ്യാകരണം, ഛന്ദസ്, ജ്യോതിഷം, വേദാംഗങ്ങളായി. ഇനി വേദാന്തങ്ങളുണ്ട്. വേദാന്തങ്ങൾ എന്ന് പറഞ്ഞാൽ ഉപനിഷത്തുകളാണ്. ഉപനിഷത്ത് 1000-ലേറെ ഉപനിഷത്തുകളുണ്ട്. അതിൽ 108 ഉപനിഷത്തുകൾ നമ്മൾ പ്രധാനമെന്ന് പറയും. പിന്നെ 10 ഉപനിഷത്തുകൾ, ദശോപനിഷത്തുകൾ എന്നറിയപ്പെടും. അവ പരമപ്രധാനം. അപ്പൊ ഇങ്ങനെയുള്ള ഉപനിഷത്തുകൾ പഠിച്ചു, ആരണ്യകങ്ങൾ പഠിച്ചു, ബ്രാഹ്മണങ്ങൾ പഠിച്ചു. അപ്പൊ അദ്ദേഹത്തിന്റെ ഈ പഠന കാലഘട്ടത്തെയാണ് എന്താ പറയുന്നത്, ചിതൽപുറ്റായിട്ട് സങ്കല്പിച്ച് പറഞ്ഞിരിക്കുന്നത് എന്ന് നമുക്ക് പിന്നെ അതിൽ നിന്ന് നിർദ്ധാരണം ചെയ്തെടുക്കാൻ സാധിക്കും. കാരണം നമ്മളല്ലാതെ അതിനെ അങ്ങ് അതേപടി അങ്ങ് വിശ്വസിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ആ കാലഘട്ടത്തിൽ പഠിച്ച കാര്യങ്ങളെ സാമാന്യ ജനത്തിന് എങ്ങനെ മനസ്സിലാക്കിക്കാൻ പറ്റും? നമ്മളൊക്കെ സാധാരണക്കാരാണ്. അപ്പം നമ്മളെ പോലെയുള്ള ഒരാൾ ഈ വേദം പഠിക്കുക, ഉപനിഷത്തുകൾ പഠിക്കുക ഒന്നും സാധ്യമല്ല. അപ്പോഴത്തേക്ക് ഒരാളെ മുൻനിർത്തിക്കൊണ്ട് ഏറ്റവും ശ്രേഷ്ഠനായ അന്നത്തെ ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഒരു ചരിത്ര പുരുഷന് അദ്ദേഹത്തിന് വേണം. അതുകൊണ്ടാണ് ഈ ചോദ്യം വരുന്നത്. കോന്വസ്മിൻ സാമ്പ്രതൽ ലോകേ ഗുണവാൻ കശ്ചവീര്യവാൻ ധർമ്മജ്ഞ കൃതജ്ഞ സത്യവാക്യ ദൃഢവ്രത. അത്തരം ഒരാളെ അങ്ങ് എനിക്ക് പറഞ്ഞു തരൂ, അതാരാണ്? അപ്പോഴാണ് പറഞ്ഞിരുന്നത് രാമോ നാമ ജനൈശ്രുത. രാമൻ എന്നു പേരായ ജനങ്ങൾക്ക് ഏറ്റവും അറിയപ്പെടുന്ന ആളായിട്ടുള്ള ശ്രീരാമചന്ദ്ര മഹാപ്രഭുവിനെ കുറിച്ച് എഴുതിക്കോളൂ എന്നുള്ള ഉപദേശം അദ്ദേഹത്തിന് കിട്ടുന്നു. അതിനുശേഷമാണ് അദ്ദേഹം തമസയുടെ തീരത്തിലേക്ക് പോകുന്നത്. തമസാ നദിയിലേക്ക് അദ്ദേഹം ഭരദ്വാജ ഋഷിയുമായിട്ട്, തൻ്റെ ശിഷ്യനുമായിട്ട് തമസയുടെ തീരത്തിലേക്ക് അദ്ദേഹം തീരം വഴി അങ്ങനെ നടന്നു പോകുമ്പോൾ അദ്ദേഹം കാണുന്നത് തമസയുടെ കുളിർ ജലമാണ്. കണ്ണീർ പോലെയുള്ള കുളിർ ജലം. അദ്ദേഹം പറയുന്നത് അതിനെ പ്രസന്നാംബുഹു എന്നാണ്. പ്രസന്നാംബുഹു സൻ മനുഷ്യേഷു മനോയഥ. എപ്രകാരമാണോ സത്തുക്കളായ മനുഷ്യരുടെ മനസ്സിരിക്കുന്നത് അതുപോലെ നിർമ്മലമായ ജലം എന്നാണ് പറയുന്നത്. അപ്പൊ അത് തന്നെ നമുക്ക് അതിനകത്ത് ഒരു ഋഷിയുടെ ചിന്ത ഒന്ന് ആലോചിച്ചു പോകണം. സൻ മനുഷ്യേഷു മനോയഥ. ഒരു യഥാർത്ഥ സത്തായിട്ടുള്ള ഒരു മനുഷ്യന്റെ മനസ്സ് എപ്രകാരം ഇരിക്കുമോ അതുപോലെ നിർമ്മലമായ ജലം. ഈ കുളിർ ജലം കണ്ടിട്ട്, പനിനീർ പോലത്തുള്ള ഈ ജലം കണ്ടിട്ട് അദ്ദേഹത്തിനോട് സ്നാനം ചെയ്യണമെന്ന് തോന്നുന്നു. ഹേ ശിഷ്യ, എനിക്ക് നീ മരൗരി ഇങ്ങോട്ട് തരിക. അപ്പൊ അദ്ദേഹം മരൗരി വാങ്ങുകയാണ്. മരൗരി വാങ്ങിയിട്ട് അദ്ദേഹം ഇറങ്ങുന്നു, തമസയിലേക്ക് ഇറങ്ങുന്നു. തമസയിൽ ഇറങ്ങുമ്പോഴത്തേക്ക് സാധാരണ നമ്മളെ ഈ അന്നത്തെ ആചാരം അനുസരിച്ച് സ്നാനം ചെയ്യുന്നതിനും മന്ത്രമുണ്ട്. അപ്പൊ ഒരു കുമ്പിൾ ജലം ഇങ്ങനെ എടുത്തിട്ട് എന്താണ്, ഗംഗേ ജയമുനേ ജൈവ ഗോദാവരി സരസ്വതി നർമ്മദേ സിന്ധു കാവേരി ജലേ അസ്മിൻ സന്നിധിം ഗുരു എന്ന് പറഞ്ഞിട്ട് വേറെയും ധാരാളം മന്ത്രങ്ങളുണ്ട് ചൊല്ലാൻ വേണ്ടിയിട്ട്. ആ മന്ത്രങ്ങളെല്ലാം ചൊല്ലിക്കൊണ്ടായിരിക്കണം അദ്ദേഹം അടുത്ത് മുങ്ങാൻ തുടങ്ങുക. അപ്പോൾ ആ ഒരു ജപത്തിന്റെ, ധ്യാനത്തിന്റെ നിശ്ചലമായ അവസ്ഥയിൽ നിൽക്കുമ്പോഴത്തേക്കാണ് കാടിന്റെ നിശബ്ദതയെ, വളരെ സുന്ദരമാണ് കാടിന്റെ വർണ്ണന. നമ്മളിവിടെ രാമായണത്തിലായാലും മഹാഭാരതത്തിലായാലും കാടിന്റെ വർണ്ണന നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ നമ്മളെ ഹഠാത് ആകർഷിക്കുന്ന വർണ്ണനയാണ്. നമ്മൾ ആ വർണ്ണനയിൽ ലയിച്ചിരുന്നു പോകും. മഴക്കാല വർണ്ണനയുണ്ട്, ശരത്കാല വർണ്ണനയുണ്ട്. ഇങ്ങനെ ആ വർണ്ണനകളുടെ ഒരു ആ വായിക്കുമ്പോഴത്തുള്ള ഒരു സുഖം നമ്മൾ അവിടെ എത്തിയതായിട്ട് നമുക്ക് തോന്നും, നമുക്കത് ഫീൽ ചെയ്യും. അതാണ് രചനയുടെ ഒരു വൈശിഷ്ട്യം എന്ന് പറയുന്നത്. അപ്പൊ ഇദ്ദേഹം അങ്ങനെയുള്ള ആ നിശ്ചലമായ ആ അവസ്ഥയിൽ അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കാണ് ഈ കാടിന്റെ നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് ഒരു വേടന്റെ അസ്ത്രം ഹൂങ്കാര രവത്തോടുകൂടി ഈ അവിടെ ഇരുന്ന ഒരു വൃക്ഷത്തിലിരുന്ന ഇണപ്പക്ഷിയുടെ
ഒന്നിനെ, ഇണപക്ഷികൾ എന്ന് പറയാൻ പറ്റില്ല, ഇണ എന്ന് പറയുമ്പോൾ തന്നെ രണ്ടാണ്. അപ്പൊ ഇണയിൽ ഒന്നിനെ ഏത് നിലം പതിക്കുന്നു. അപ്പോൾ അത് ആ ശബ്ദത്തോടു കൂടി അത് വന്ന് വീഴുന്നു, അത് കിടന്ന് പിടയ്ക്കുന്നു. അപ്പൊ ദീനദീനം വിലപിക്കുന്ന ആ ഖഗത്തിന്റെ സമീപത്തുകൂടെ പറന്നു നടക്കുന്ന പിടയ്ക്കുന്ന ആണും മനം പിടയുന്ന പിടയും, ഇത് രണ്ടും അദ്ദേഹത്തിന്റെ മനസ്സിൽ അതുവരെ അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന സന്തോഷം അത്രയും കെട്ടുപോയി. അദ്ദേഹം നിശ്ചലനായി, അദ്ദേഹം തരളിതനായി, ആർദ്രനായി. അദ്ദേഹം എന്ത് ചെയ്തു? അപ്പോൾ തന്നെ മനസ്സിൽ നിന്നും അദ്ദേഹത്തിന് പുറത്തേക്ക് കുറച്ച് വാക്കുകൾ വരികയാണ്. അതിനെ നമ്മൾ സ്പോണ്ടേനിയസ് ആയിട്ട് വരികയാണ്. അതെ, ആ സ്പോണ്ടേനിയസ് ആയിട്ട് വന്ന വാക്കുകളാണ് ലോകത്തിലെ ആദ്യത്തെ കാവ്യം എന്ന് പറയുന്ന ആ 2 വരികൾ. അതാണ് നമ്മുടെ മാ നിഷാദ പ്രതിഷ്ഠാത്വം അഗമശാശ്വതി സമാഹ യത് ക്രൗഞ്ചമിഥുനാത് ഏകം അവധി കാമമോഹിതം എന്നുള്ള വാക്കുകൾ പുറത്തേക്ക് വരുന്നു. അപ്പം ഞാൻ എന്താ ഇപ്പൊ പറഞ്ഞത് എന്ന് അദ്ദേഹം അറിയാതെ അവിടെ വെച്ച് ചിന്തിക്കുകയാണ്. അപ്പൊ നമ്മൾ ഈ മണിച്ചിത്രത്താഴ് എന്ന് പറഞ്ഞ സിനിമ കാണുമ്പോഴത്തേക്കും ഞാനിപ്പോ എന്താ പറഞ്ഞത് എന്ന് ഗംഗ പറയുന്നത് പോലെ ഇദ്ദേഹത്തിന്റെ ഉള്ളിൽ അത് തോന്നുകയാണ്. അപ്പൊ ഇദ്ദേഹം പറഞ്ഞപ്പോൾ അദ്ദേഹം അതിനെ ആലോചിക്കുമ്പോൾ അടുത്ത വരി എങ്ങനെയാണ്? പാദഭക്തോ അക്ഷരസമ തന്ത്രീലയ സമന്വിത എന്നാണ് പറയുന്നത്. പാദബദ്ധ അക്ഷരസമ, ഈ സമപാദങ്ങളായിരിക്കുന്നു, അക്ഷരങ്ങളെല്ലാം സമങ്ങളായിരിക്കുന്നു. തന്ത്രീലയ സമന്വിത, അപ്പൊ വീണക്കമ്പി മീട്ടിയതുപോലെയുള്ള നാദം അതിൽ നിന്ന് പുറത്തേക്ക് വരുന്നു. അപ്പൊ ഇത് നമ്മൾ കേട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നറിയാം? നമ്മൾ വായിച്ചങ്ങ് പോകും, നമ്മൾ വായിച്ചു പോവുകയുള്ളൂ. അപ്പൊ നമ്മൾ അവിടെ ചിന്തിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ മാ എന്ന് പറയുന്നത് മധ്യമമാണ്. ഏതാണ്? സംഗീതത്തിന്റെ സാരിഗമ പദനിസയിൽ മധ്യമമാണ്. അത് കഴിഞ്ഞ് മാ കഴിഞ്ഞ് നീ അല്ലെ, നിഷാദമാണ്. അത് കഴിഞ്ഞ് എന്താണ്? മാനിഷാദ ദൈവതമാണ് അല്ലേ. ഇനി അടുത്ത് എന്താണ്? പ്രതിഷ്ഠ. അതിൽ പായുണ്ട് അല്ലേ, പഞ്ചമമുണ്ട്, രായുണ്ട്, രേഫമുണ്ട്, അതിനകത്ത് രൈവതമുണ്ട്. അപ്പൊ ഇങ്ങനെ അതിനകത്ത് ഈ എന്താണ് സപ്തസ്വരങ്ങളും ആദ്യ വരിയിൽ തന്നെ നിബന്ധിച്ചുകൊണ്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ഇത് ഉള്ളിൽ നിന്ന് സ്പോണ്ടേനിയസ് ആയിട്ട് വരുന്നത്. അപ്പൊ അതുകൊണ്ട് ഇത് ഒരു ഋഷിയുടെ ഉള്ളിൽ നിന്ന് വന്നു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത് പ്രപഞ്ചത്തിന്റെ ഉള്ളിൽ നിന്ന് വന്ന ശബ്ദമാണ്. അങ്ങനെ നമുക്ക് വിലയിരുത്താൻ പറ്റുള്ളൂ. അപ്പൊ ആദി കാവ്യം ജനിക്കണം എന്നുള്ള പൂർവ്വനിർണീതമായ കർമ്മം അവിടെ വാൽമീകിയിൽ കൂടെ സംഭവിച്ചു എന്നുള്ളതാണ്, നിഷ്പന്നമാകുന്നു അത്. അപ്പൊ അതുകൊണ്ട് ഇവിടെ സംഭവിച്ചത് ആ ഒരു 2 വരിയോടുകൂടി ഇദ്ദേഹത്തിന് ഇത് എന്താണ് അടുക്കും ചിട്ടയുമുള്ള വരികളാണെന്ന് മനസ്സിലായപ്പോഴത്തേക്കും തിരിച്ച് അദ്ദേഹം കരകയറുന്നു, നേരെ പോകുന്നു, എന്താണ് ആശ്രമത്തിലെത്തുന്നു. അവിടെ ദർഭ വിരിച്ച് വിരിഞ്ചനെ ധ്യാനിക്കുന്നു. വിരിഞ്ചനെ ധ്യാനിക്കുമ്പോഴത്തേക്കാണ് അദ്ദേഹം പറയുകയാണ്, ഇത് ഞാൻ ഉദ്ദേശിച്ച കാര്യം തന്നെയാണ് നിന്റെ ഉള്ളിൽ വന്നിരിക്കുന്നത്. ഇപ്പൊ എല്ലാവരും ഈ ബ്രഹ്മാവിനെ ധ്യാനിക്കുന്നു, ബ്രഹ്മാവിനോടാണ്. ഇപ്പൊ വ്യാസനും ബ്രഹ്മാവിനോടാണ് ചോദിക്കുന്നത്. ഇവിടെ ആരാണ്? വാൽമീകിയും ബ്രഹ്മാവിനോടാണ് ചോദിക്കുന്നത്. അപ്പൊ ഈ ബ്രഹ്മാവിനൊരു പ്രത്യേകതയുണ്ട്. ബ്രഹ്മാവ് 4 മുഖനാണ്, 4 മുഖങ്ങളുള്ള ആളാണ്. അപ്പൊ നമുക്ക് പ്രത്യേകിച്ച് നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇപ്പോൾ ഒരാളിനോട് 4 മുഖമുള്ള ഒരാൾ, അല്ലെങ്കിൽ തെക്കോട്ടും വടക്കോട്ടും പടിഞ്ഞാറോട്ടും കിഴക്കോട്ടും തിരിഞ്ഞിരിക്കുന്ന 4 മുഖങ്ങളുള്ള ഒരു ശിരസ്, ഒരു കഴുത്തിൽ 4 മുഖങ്ങൾ ഇരിക്കുന്ന ഒരാളിനെ ആളുകൾക്ക് സങ്കല്പിക്കാൻ പറ്റുമോ? അങ്ങനെ ഒരു കാര്യം ഉണ്ടോ യഥാർത്ഥത്തിൽ? അപ്പൊ ഏത് വായയിൽ കൂടെ ആഹാരം കഴിക്കും അല്ലേ? ഏത് വായയിൽ കൂടെ വർത്താനം പറയും? ഏത് ചെവി കൊണ്ട് കേൾക്കും? അപ്പൊ അത് ഇങ്ങനെ നമ്മുടെ ശരിക്കും അതെങ്ങനെ അത് ശരീരത്തിൽ ഉറച്ചു നിൽക്കും എന്ന് ഫിസിയോളജിക്കലി ചിന്തിക്കുന്ന ഒരാളിന് ഇതിന്റെ അർത്ഥം മനസ്സിലാവില്ല. ഇതങ്ങനെയല്ല അതിന്റെ കൺസ്ട്രക്ഷൻ, അത് മനസ്സിലാക്കണമെന്നുള്ളതാണ്. ഇത് 4 വേദങ്ങളാണ്. അപ്പൊ 4 വേദങ്ങളോടാണ് അഭിപ്രായം ചോദിക്കുന്നത്. 4 മുഖൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ 4 വേദങ്ങളാണ്. ഋക്ക്, യജുർ, സാമ, അഥർവ വേദങ്ങളുടെ ആളാണ് ബ്രഹ്മാവ് എന്ന് പറഞ്ഞത്. ബ്രഹ്മാവ് എന്ന് പറഞ്ഞാൽ ബ്രഹ്മജ്ഞാനം എന്നാണ് അർത്ഥം. അതായത് ദ ട്രഷറി ഓഫ് നോളജ് എന്നാണ് അതിൻ്റെ അർത്ഥം, ബ്രഹ്മാവ് എന്ന് പറഞ്ഞാൽ. അപ്പൊ ഈ സങ്കല്പം നമ്മുടെ ഓരോന്നും പെർസോണിഫൈ ചെയ്ത് നമുക്ക് ഒരു മൂർത്തിയാക്കി സങ്കല്പിച്ചുകൊണ്ട് നമ്മുടെ മുന്നിലേക്ക് വരുന്ന ഓരോ പ്രതീകങ്ങളും അതിൻ്റെ പിന്നിൽ ഒരു വലിയ സയൻസ് ഉണ്ട്, ശാസ്ത്രമുണ്ട്. അത് മനസ്സിലാക്കാതെയാണ് പല ആൾക്കാരും വിമർശിക്കുന്നത് എന്നുള്ളതാണ്. ഇവിടെ ബ്രഹ്മാവ് ശരിക്കും ആരാണ്? ജ്ഞാനത്തിനോടാണ് അദ്ദേഹം ചോദിച്ചത്. പ്രപഞ്ചത്തിനുള്ള എല്ലാ ജ്ഞാനശക്തിയോട് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം ആരായിരുന്നു? അദ്ദേഹത്തിന് ഉത്തരം കിട്ടുന്നു. അപ്പോൾ അദ്ദേഹം പറയുന്ന ബ്രഹ്മാവ് കൊടുക്കുന്ന ഉറപ്പാണ്, യാവത് സ്ഥാസ്യന്തി ഗിരയഃ സരിതശ്ച മഹീതലേ താവത് രാമായണ കഥ ലോകേഷു പ്രചരിഷ്യതി എന്ന് പറയുന്നത്. അപ്പൊ എത്ര കാലം നദികളും പർവ്വതങ്ങളും നിലനിൽക്കുന്നു അത്രയും കാലം ഈ രാമായണ കഥ ലോകത്തിലുണ്ടാകും എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഇന്ന് ജനൻ ടിവിയുടെ ചാനലിൽ
ശില്പിയും ഞാനും ഇത് തമ്മിൽ സംസാരിക്കുന്നത്. തീർച്ചയായും. അത് അന്നത്തെ ബ്രഹ്മവാക്യം 100% സത്യമായതുകൊണ്ടാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. ഇനി നാളെയും ഈ ലോകം എങ്ങനെ മാറി മറിഞ്ഞാലും, ഇന്നിപ്പം ടെക്നോളജിയുടെ അതിപ്രസരം കൊണ്ട് അല്ലെ AI ടെക്നോളജി അല്ലെങ്കിൽ നാനോ ടെക്നോളജി എന്ന് പറയുന്നതിൻ്റെയൊക്കെ സൂപ്പർലേറ്റീവ് ഡിഗ്രിയിൽ നമ്മൾ ജീവിക്കുന്ന കാലമാണ്. ഈ കാലം കഴിഞ്ഞ് ഇനിയും മറ്റൊരു കാലം വരുമായിരിക്കാം. ആ കാലത്തും തീർച്ചയായിട്ടും രാമായണം ലോകത്ത് ചർച്ച ചെയ്യപ്പെടുമെന്ന ബ്രഹ്മവാക്യം 100% സത്യമായിട്ട് തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്.